നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെഷർ തിയറി ആണ്. ഓക്കെ, വാട്ട് ഈസ് മെഷർ, വാട്ട് ഈസ് എ മെഷർ? ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ മെഷർ എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ലെബേക്ക് ഔട്ടർ മെഷർ. ഓക്കെ, നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് മെഷറിനെ കുറിച്ചിട്ടും വാട്ട് ഈസ് മെഷർ ആൻഡ് മെഷറബിൾ സെറ്റ്സ്. മെഷറബിൾ സെറ്റ്സ്. ഓക്കെ, മെഷർ ആൻഡ് മെഷറബിൾ സെറ്റ്സ്. സോ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത് ലെബേക്ക് മെഷർ ആൻഡ് ലെബേക്ക് മെഷറബിൾ സെറ്റ്സ് ആണ്. നമ്മൾ പറയൂല, ലെബേക്ക് മെഷർ ആണ് എപ്പോഴും പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് മെഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, വാട്ട് ഈസ് എ മെഷർ? എ സെറ്റ് എ ഈസ് മെഷർ ഓഫ് എ സെറ്റ്. ഓക്കെ, അപ്പൊ ഒരു സബ്സെറ്റ് വേണം, എ സബ്സെറ്റ് ഓഫ് ആർ. റിയൽ ലൈനിന്റെ ഒരു സബ്സെറ്റ് എ വേണം. അപ്പൊ മെഷർ ഡിഫൈൻ ചെയ്യാൻ നമുക്ക് ഒരു സെറ്റ് വേണം. സെറ്റിന്റെ മെഷർ ആണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. വാട്ട് ഈസ് എ മെഷർ? മെഷർ ഓഫ് എ ഈസ് ദ infimum of summation length of in, where the infimum takes over all collection of in. Okay, that is a എന്നുള്ള സെറ്റ് എടുക്കുക. a എന്നുള്ള സെറ്റിനെ കവർ ചെയ്യുന്ന രീതിയിലുള്ള inകൾ എടുക്കുക, ഇന്റർവെൽസ്. ഓക്കെ, അപ്പൊ ഒരു സെറ്റ് എടുത്തു, a എന്നുള്ള സെറ്റ് എടുത്തു. ആക്ച്വലി നമ്മൾ റിയൽ ലൈൻ ആണ്, നമ്മള് കാര്യം മനസ്സിലാവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് പ്ലെയിനിലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എന്നുള്ള സെറ്റ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ആക്ച്വലി റിയൽ ലൈനിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, മനസ്സിലാൻ വേണ്ടി നമ്മൾ ചെയ്യാം. ഓക്കെ, അപ്പോ എ കവർ ചെയ്യുന്ന തരത്തിലുള്ള ഓക്കെ, ഇതൊക്കെ ഐഎൻസ് ആണ്. I1, I2, I3, I4. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, എ ഈസ് എ സബ്സെറ്റ് ഓഫ് യൂണിയൻ IN. അപ്പൊ അത്തരത്തിലൊരു കളക്ഷൻ IN എടുത്തു. ഓക്കെ, ഒരു കളക്ഷൻ IN കിട്ടി. ഓക്കെ, സോ അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം I11, I12, I13, I14 എക്സെട്ര I1N. അപ്പൊ അത്തരത്തിലൊരു കളക്ഷൻ കിട്ടി. നെക്സ്റ്റ് ഇതേപോലെ വേറൊരു കളക്ഷൻ ഉണ്ടാവും, ഇതിനേക്കാളും കുറച്ചുകൂടെ രീതിയിൽ, അപ്പൊ അതായത് ഇവിടെ ഒക്കെ പോകുന്ന രീതിയിൽ കുറച്ചുകൂടെ ചെറുതാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം. ഓക്കെ, കുറച്ചുകൂടെ ചെറുതാക്കിയിട്ട് ചെയ്യാം. അപ്പൊ മാറി അല്ലെ, INs മാറി. അപ്പൊ ഈ കളക്ഷൻ നമ്മൾ എന്ത് വിളിച്ചു, I2, 21, I22, I23, I24 എക്സെട്ര I2N. അത്തരത്തിൽ നമ്മൾ കുറെ കളക്ഷൻസ് എടുത്തു, എ കവർ ചെയ്യുന്ന രീതിയിലുള്ള കുറെ കളക്ഷൻസ് എടുത്തു. ഓക്കെ, ആ കളക്ഷൻസിന്റെ ഒക്കെ സമ്മിന്റെ ഇൻഫിമത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെഷർ ഓഫ് എ എന്ന് പറയുന്നത്. ഓക്കെ, മെഷർ ഓഫ് എ ഇസ് ദ ഇൻഫിമം ഓഫ് സമ്മേഷൻ ലെങ്ത് ഓഫ് IN. ഇത്തരത്തിലുള്ള INസിന്റെ ഒക്കെ ലെങ്ത്തിന്റെ സമ്മേഷൻ എടുക്കുക, അതിന്റെ ഒക്കെ ഇൻഫിമം. ഒന്നുകൂടെ മനസ്സിലാക്കാന്, ഓക്കെ, ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഇതൊരു വരയാണെന്ന് വിചാരിക്കാം, ഒരു വര. അപ്പൊ എന്റെ കയ്യിൽ ഒരു ഈർക്കിൽ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു ഈർക്കില്, ഈ ഈർക്കില് കുറെ ഇതായിട്ട് കഷ്ണങ്ങളായിട്ട് ഞാൻ മുറിച്ചു. ഓക്കെ, കഷ്ണങ്ങളായിട്ട് ഞാൻ മുറിച്ചു, കുറെ കഷ്ണങ്ങളായിട്ട് മുറിച്ചു. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം, ഈ കഷ്ണങ്ങൾ കൊണ്ട് എനിക്ക് ഇതിനെ കവർ ചെയ്യണം, ഈ ഒരു വരനെ കവർ ചെയ്യണം. അപ്പൊ ഏതൊക്കെ രീതിയിൽ എനിക്ക് കവർ ചെയ്യാം? ഈ ഇത് ഇവിടെ വെച്ചു, ഒന്ന് നേരെ കവർ ചെയ്യാം അല്ലെ, നേരെ കൂട്ടി വെച്ചിട്ട് തന്നെ കവർ ചെയ്യാം. അപ്പൊ അത്തരത്തിലൊരു കവറിങ്. അല്ലാതെ എനിക്ക് ഏതൊക്കെ രീതിയിൽ കവർ ചെയ്യാം? ഇവിടെ കവർ ചെയ്യാം, ഇതിന് മേലെ വെച്ചിട്ട് കവർ ചെയ്യാം, ഇതിന്റെ മേലെ വെക്കാം, ഇതിന്റെ മേലെ വെക്കാം, ഇതിന്റെ മേലെ വെക്കാം, അങ്ങനെ അങ്ങനെ കവർ ചെയ്യാം. ഓക്കെ, കവർ ചെയ്യാം. വേറെ രീതിയിൽ കവർ ചെയ്യാം, ഇതിന്റെ അടിയിൽ കുറച്ചുകൂടി ഇവിടെ ആക്കിയിട്ട് വെക്കാം, കുറച്ചും കൂടെ ഇവിടെ ആക്കിയിട്ട് വെക്കാം, കുറച്ചും കൂടെ ഇവിടെ ആക്കിയിട്ട് വെക്കാം. അത്തരത്തിൽ കുറെ രീതിയിൽ കവർ ചെയ്യാം. അപ്പോഴൊക്കെ നമുക്ക് കിട്ടുന്നത് എന്താണ്, എയുടെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ ലെങ്തിനേക്കാൾ ചെറുതായിട്ടാണ് കിട്ടുന്നത് അല്ലെ, ഇതിന്റെ മൊത്തം ലെങ്തിനേക്കാൾ ചെറുതായിട്ടാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ചെറുതായിട്ട് വരുമ്പോ എന്തുണ്ടായിരിക്കും, ഇൻഫിമം ഉണ്ടായിരിക്കും. ഓക്കെ, ഇതൊക്കെ സം ചെയ്യുക അപ്പോഴല്ലേ എയുടെ ലെങ്ത് കിട്ടുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഏറ്റവും ഇൻഫിമം, ഏറ്റവും ചെറിയ വാല്യൂ, അതാണ് ആക്ച്വലി എന്ത്, മെഷർ ഓഫ് എ എന്ന് പറയുന്നത്. മെഷർ ഓഫ് എയുടെ മെഷർ എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് മെഷർ. നമുക്ക് കുറച്ച് അതിന്റെ റിസൾട്ടുകളാണ് നോക്കാനുള്ളത്. റിസൾട്ട്സ്. ഫസ്റ്റ് റിസൾട്ട് പറയുന്നത് മെഷർ ഈസ് ട്രാൻസ്ലേഷൻ ഇൻവേരിയന്റ്. അതായത് ഒരു സെറ്റ് ഇവിടെ ഉണ്ട്, എ എന്നുള്ള സെറ്റ് ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു മെഷർ ഉണ്ടായിരിക്കും അല്ലെ, മെഷർ ഓഫ് എ ഉണ്ടായിരിക്കും. ഇതിനെ ഞാൻ കുറച്ചുകൂടി ആയിട്ട് മാറ്റി വെച്ചു, ഒരു X യൂണിറ്റ് മാറ്റി വെച്ചു. അപ്പൊ ഈ സെറ്റ് എന്തായി, A+X ആയി. ഈ സെറ്റ് കുറച്ചുകൂടി മാറ്റി വെച്ചു, അപ്പൊ എന്തായി, A+X ആയി.
എന്നിരുന്നാലും അതിന്റെ മെഷർ മാറുന്നില്ല. ഓക്കെ, ഒരു സെറ്റ് അതേപോലെ ഇവിടെ നിന്ന് എടുത്ത് വെച്ചു. ഓക്കെ, അപ്പോ എ പ്ലസ് എക്സ് ആയി. എന്നിരുന്നാലും അതിന്റെ മെഷർ മാറുന്നില്ല. ദാറ്റ് ഈസ് മെഷർ ഓഫ് എ ഈക്വൽ ടു മെഷർ ഓഫ് എ പ്ലസ് എക്സ്. മെഷർ ഓഫ് എ ഈക്വൽ ടു മെഷർ ഓഫ് എ പ്ലസ് എക്സ്. ഓക്കെ, മെഷർ ഓഫ് എ ഈക്വൽ ടു മെഷർ ഓഫ് എ പ്ലസ് എക്സ്. നെക്സ്റ്റ് പറയുന്നത് രണ്ടാമത്തത് മെഷർ ഓഫ് എ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ, മെഷർ ഓഫ് എ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. മൂന്നാമത്തത് മെഷർ ഓഫ് ഫൈ, എംപ്റ്റി സെറ്റിന്റെ മെഷർ എന്താണ്? 0 ആയിരിക്കും. ഫോർത്ത് പറയുന്നത് മെഷർ ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മെഷർ ഓഫ് ബി ഇഫ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി. എ സബ്സെറ്റ് ഓഫ് ബി ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എന്ത്? എ ആണ്, ഇവിടെ മുതൽ ഇതുവരെ ബി ആണ്. എ സബ്സെറ്റ് ഓഫ് സോറി, ഈ ഫുൾ ലൈന് ബി ആണ്, ഈ കുറച്ച് ഭാഗം എ ആണ്. അപ്പൊ എ സബ്സെറ്റ് ഓഫ് ബി ആണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ മെഷർ ഓഫ് എ എന്നുള്ളത് മെഷർ ഓഫ് ബി യേക്കാളും എന്തായിരിക്കും? ചെറുതായിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് മെഷർ ഓഫ് എ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മെഷർ ഓഫ് ബി ഇഫ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി. ആണ് മെഷറിന്റെ നെക്സ്റ്റ് റിസൾട്ട് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് നമ്മൾ പറയുന്നത് ദ ഔട്ടർ മെഷർ ഓഫ് എൻ ഇന്റർവെൽ. ഔട്ടർ മെഷർ എന്ന് പറയാം, ഓർ മെഷർ എന്ന് പറയാം കേട്ടോ. മെഷർ, ഇന്റർ മെഷർ എന്ന് പറഞ്ഞിട്ട് വേറൊരു കോൺസെപ്റ്റ് ഉണ്ട്, അതിലേക്ക് നമുക്ക് പോകുന്നില്ല. മെഷർ ഓഫ് എൻ ഇന്റർവെൽ ഈക്വൽസ് ഇറ്റ്സ് ലെങ്ത്. അതായത് ഒരു ഇന്റർവെൽ ഐ എന്നു, ഐ ഈക്വൽ ടു എ ബി എന്നുള്ള ഇന്റർവെൽ എന്നു എനി ടൈം. ഓക്കെ, ഇത് എന്താണ്? എ ബി ആവാം, ഓർ ഇങ്ങനെ ആവാം, ഏതും ആവാം. ഓക്കെ, ഈ തരത്തിലുള്ള ഏതും ആവാം. അങ്ങനെയാണെങ്കിൽ അതിന്റെ മെഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷർ ഓഫ് ഐ ഈക്വൽ ടു എന്താണ്? ഇതിന്റെ ലെങ്ത് ആണെന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ബി മൈനസ് എ. ബി മൈനസ് എ. ഓക്കെ, ദിസ് ഇസ് ദ മെഷർ. ഇതേപോലെ വേറൊരു റിസൾട്ട് നമ്മൾ പറയുന്നത് കൗണ്ടബിൾ സബ്അഡിറ്റിവിറ്റി. ഓക്കെ, കൗണ്ടബിൾ സബ്അഡിറ്റിവിറ്റി എന്നുള്ള റിസൾട്ട് ആണ്. കൗണ്ടബിൾ സബ്അഡിറ്റിവിറ്റി ദാറ്റ് ഈസ് നമുക്കൊരു കളക്ഷൻ ഓഫ് സെറ്റ്സ് തന്നു, ഇ ഐ. ഓക്കെ, കളക്ഷൻ ഓഫ് സെറ്റ്സ് ഇ ഐ തന്നു. അങ്ങനെയാണെങ്കിൽ മെഷർ ഓഫ് യൂണിയൻ ഇ ഐ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സമ്മേഷൻ മെഷർ ഓഫ് ഇ ഐ. സമ്മേഷൻ മെഷർ ഓഫ് ഇ ഐ. ആർബിട്രറി ആയിട്ട് നമുക്ക് ഇ ഐസിന്റെ കളക്ഷൻ തന്നു, സെറ്റ്സിന്റെ ഇ ഐസിന്റെ കളക്ഷൻ തന്നു, ഇ ഐസ് എന്നുള്ള സെറ്റ്സിന്റെ കളക്ഷൻ തന്നു. അങ്ങനെയാണെങ്കിൽ അവരുടെ മെഷർ ആണ് നോക്കുന്നത് മെഷർ ഓഫ് യൂണിയൻ ഇ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മെഷർ ഓഫ് സമ്മേഷൻ മെഷർ ഓഫ് ഇ ഐ. അതായത് നോക്കൂ, E1, E2, E3, E4 അങ്ങനെയാണ് തന്നത്. അപ്പൊ E1 ന്റെ മെഷർ ഇവിടെ ഓവർലാപ്പ് ചെയ്ത് എടുക്കുന്നുണ്ടല്ലേ. അപ്പൊ എന്ത് ചെയ്യും? E1 യൂണിയൻ E2 മെഷർ ഓഫ് E1 യൂണിയൻ E2 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ നമുക്ക് എന്ത് പറയാം? മെഷർ ഓഫ് E1 പ്ലസ് മെഷർ ഓഫ് E2. കാരണം മെഷർ ഓഫ് E1 ഉം മെഷർ ഓഫ് E2 ഉം സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഭാഗം അവിടെ വരുന്നുണ്ട് അല്ലേ, എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പൊ ഈ ആഡ് ചെയ്യുന്നതാണ് എപ്പോഴും എന്തായിരിക്കുക? ഗ്രേറ്റർ ദാൻ ആയിരിക്കുക. സപ്പോസ് ഇവയെല്ലാം ഡിസ്ജോയിന്റ് ആണെങ്കിൽ ഇതെന്തായിരിക്കും? ഈക്വൽ ആയി വരും. ഓക്കെ, ഇതൊക്കെ ഡിസ്ജോയിന്റ് ആണ്, ഇ ഐസ് ഒക്കെ ഡിസ്ജോയിന്റ് ആണ്. ദാറ്റ് ഈസ് ഇ ഐ ഇന്റർസെക്ഷൻ ഇ ജെ ഇഫ് ഇ ഐ ഇന്റർസെക്ഷൻ ഇ ജെ ഈക്വൽ ടു 5 ഡിസ്ജോയിന്റ് ആണെന്നുണ്ടെങ്കിൽ ഫോർ ഐ നോട്ട് ഈക്വൽ ടു ജെ then നമുക്ക് എന്താ പറയാം? മെഷർ ഓഫ് യൂണിയൻ ഇ ഐ ഈക്വൽ ടു സമ്മേഷൻ മെഷർ ഓഫ് ഇ ഐ എന്ന് പറയാം. ഓക്കെ, സമ്മേഷൻ മെഷർ ഓഫ് ഇ ഐ. ഇഫ് ദേ ആർ ഡിസ്ജോയിന്റ് then മെഷർ ഓഫ് യൂണിയൻ ഇ ഐ ഈക്വൽ ടു സമ്മേഷൻ മെഷർ ഓഫ് ഇ ഐ എന്ന് പറയാം. ഓക്കെ, ഇത്രയും കാര്യമാണ് നമുക്ക് മെഷർ എന്നുള്ള കാര്യത്തിൽ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെഷറബിൾ, വാട്ട് ആർ മെഷറബിൾ സെറ്റ്സ്. ഓക്കെ, മെഷറബിൾ സെറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്തത്. Okay, what is a measurable set? Measurable set ന്റെ definition നമ്മൾ പറയുന്നത് a set is Lebesgue measurable or measurable. Okay, measurable എന്ന് പറയുന്നത് Lebesgue measurable ആണ്. is measurable if for every set A, for each set A
measure of A equal to measure of A intersection E plus measure of A intersection E complement. ഈ ഒരു പ്രോപ്പർട്ടി ഏതൊരു സെറ്റ് എ എടുത്തു കഴിഞ്ഞാലും ആ സെറ്റ് ഇയുമായിട്ട് ഈ ഒരു പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് എ എന്നുള്ളത് മെഷറബിൾ ഇ എന്നുള്ളത് ലെബേക് മെഷറബിൾ ആണെന്ന് പറയും. ഓക്കെ, ഇ എന്നുള്ളത് ലെബേക് മെഷറബിൾ ആണെന്ന് പറയും. ദാറ്റ് ഈസ് ഇ എന്നുള്ളൊരു സെറ്റ് എടുത്തു, എ എടുത്തു, ഇതാണ് എ. അങ്ങനെയാണെങ്കിൽ മെഷർ ഓഫ് എ എന്നുള്ളത് ഇഫ് മെഷർ ഓഫ് എ ഈക്വൽ ടു മെഷർ ഓഫ് എ ഇന്റർസെക്ഷൻ ഇ, ഇത് measure of A intersection E plus measure of A intersection E complement. What is E complement? E complement എന്ന് പറഞ്ഞാൽ ഇതിന്റെ പുറത്തുള്ളത്. ഓക്കെ, ഇതിന്റെ പുറത്തുള്ളത് അത് ഇന്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ ഇത് വരും അല്ലെ. അപ്പൊ മെഷർ ഓഫ് എക്ക് നമുക്ക് ചിത്രം വരച്ചപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണ് അല്ലെ. മെഷർ ഓഫ് എ എന്നുള്ളത് മെഷർ ഓഫ് എ ഇന്റർസെക്ഷൻ ഇ പ്ലസ് മെഷർ ഓഫ് എ ഇന്റർസെക്ഷൻ ഇ കോംപ്ലിമെന്റ് ആയിട്ട് തോന്നും. അപ്പൊ നമുക്ക് തോന്നുന്നത് എല്ലാ സെറ്റുകളും മെഷറബിൾ ആണെന്നൊക്കെ തോന്നും. പക്ഷെ there exist നോൺ മെഷറബിൾ സെറ്റ്സ്. അത് നമുക്ക് കുറച്ച് ലെങ്തി ആയിട്ടുള്ള പ്രൂഫാണ്, കൺസ്ട്രക്ഷൻ പ്രൂഫാണ്. സോ ഫസ്റ്റ് റിസൾട്ട് there exist നോൺ മെഷറബിൾ സെറ്റ്സ്. ഓക്കെ, there exist ഫസ്റ്റ് റിസൾട്ട് there exist നോൺ മെഷറബിൾ സെറ്റ്സ്. സെറ്റ് എക്സാമിന് ചോദിക്കാം എന്ത്, ട്രൂ ഓർ ഫാൾസ് അല്ല, രണ്ട് സ്റ്റേറ്റ്മെന്റ് എന്നിട്ട് ചോദിക്കാം. ഒരു സ്റ്റേറ്റ്മെന്റ് there exist നോൺ മെഷറബിൾ സെറ്റ്, രണ്ടാമത്തത് വേറെ റിസൾട്ട് എന്നിട്ട് ചോദിക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, 4 ഓപ്ഷൻസ്, 1 is true, 2 is true, 1 is false, 2 is false. ആ രീതിയിൽ നമുക്ക് ചോദിക്കാം. ഓക്കെ, there exist നോൺ മെഷറബിൾ സെറ്റ്സ്. ഇറ്റ്സ് എ കൺസ്ട്രക്ഷൻ പ്രൂഫ് ആണ്, കുറച്ച് ലെങ്തി ആണ്. ഓക്കെ, സോ നമുക്ക് ചെയ്യുന്നില്ല. നെക്സ്റ്റ് പറയുന്നത് if measure of E equal to 0. ഇഫ് മെഷർ ഒരു സെറ്റിന്റെ ഇ എന്നുള്ള സെറ്റിന്റെ മെഷർ 0 ആണെങ്കിൽ then E is measurable. Okay, E is measurable. E is measurable. അങ്ങനെയാണെങ്കിൽ E എന്തായിരിക്കും, മെഷറബിൾ ആയിരിക്കും. ഒരു സെറ്റിന്റെ മെഷർ 0 ആണെങ്കിൽ ആ സെറ്റ് എന്തായിരിക്കും, മെഷറബിൾ ആയിരിക്കും. സിമ്പിൾ ആണ്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ മെഷറബിൾ ആണെന്ന് കാണിക്കാൻ നമുക്ക് എന്ത് പ്രൂവ് ചെയ്താൽ മതി, മെഷർ ഓഫ് എ ഈക്വൽ ടു ഏതൊരു സെറ്റ് ചെയ്യാൻ എടുത്തു കഴിഞ്ഞാലും മെഷർ ഓഫ് എ ഈക്വൽ ടു മെഷർ ഓഫ് എ ഇന്റർസെക്ഷൻ ഇ പ്ലസ് മെഷർ ഓഫ് എ ഇന്റർസെക്ഷൻ ഇ കോംപ്ലിമെന്റ് എന്ന് പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, ഇത് പ്രൂവ് ചെയ്താൽ മതി. അപ്പൊ ഒരു ഇക്വാലിറ്റി പ്രൂവ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും, ആക്ച്വലി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെന്ന് പ്രൂവ് ചെയ്യും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെന്ന് പ്രൂവ് ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് ഏതൊരു ഫസ്റ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെന്ന് പ്രൂവ് ചെയ്യണം. എ ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, എ ഇന്റർസെക്ഷൻ ഇ യൂണിയൻ എ ഇന്റർസെക്ഷൻ ഇ കോംപ്ലിമെന്റ് എന്ന് എഴുതാം. എ ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ഇ യൂണിയൻ എ ഇന്റർസെക്ഷൻ ഇ കോംപ്ലിമെന്റ് എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ബൈ കൗണ്ടബിൾ സബ്അഡിറ്റിവിറ്റി മെഷർ ഓഫ് എ എന്തായിരിക്കും, മെഷർ ഓഫ് ദിസ് വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മെഷർ ഓഫ് എ ഇന്റർസെക്ഷൻ ഇ പ്ലസ് മെഷർ ഓഫ് എ ഇന്റർസെക്ഷൻ ഇ കോംപ്ലിമെന്റ് എന്ന് കിട്ടും. ഇത് എപ്പോഴും ഹോൾഡ് ചെയ്യും. ഏത് ഇ ആയി കഴിഞ്ഞാൽ ഇത് ഈ ഒരു ഇനീക്വാലിറ്റി എപ്പോഴും ഹോൾഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ഈ ഒരു ഇക്വാലിറ്റി സെറ്റിന്റെ ഈ ഒരു ഇക്വാലിറ്റി നമുക്ക് ഇതിലേക്ക് വരാം. പിന്നെ കൗണ്ടബിൾ സബ്അഡിറ്റിവിറ്റി യൂസ് ചെയ്തിട്ട് ഇതിലേക്ക് വരാം. ഇനി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടും അല്ലെ. അതിനുവേണ്ടി ചെയ്യുന്നത് ഫസ്റ്റ് നമുക്ക് എന്തറിയാം, എ ഇന്റർസെക്ഷൻ ഈസ് ലെസ് ദാൻ സബ്സെറ്റ് ഓഫ് ഇ ആണെന്നറിയാം. എ ഇന്റർസെക്ഷൻ ഈസ് എ സബ്സെറ്റ് ഓഫ് ഇ ആണെന്നറിയാം. ആൻഡ് മെഷർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം എ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ മെഷർ ഓഫ് എ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മെഷർ ഓഫ് ബി. സോ മെഷർ ഓഫ് എ ഇന്റർസെക്ഷൻ ഇ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മെഷർ ഓഫ് ഇ. ഇനി മെഷർ ഓഫ് ഇ 0 ആണ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ, ഇത് 0 ആണ്. പക്ഷെ നമുക്ക് എന്തറിയാം, മെഷർ ഓഫ് എനി സെറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. സോ ഈ ലെസ് ദാൻ ഉള്ള ഓപ്ഷൻ നമുക്ക് ഇവിടെ പറ്റില്ല. സോ വിൽ ഇംപ്ലൈസ് ദാറ്റ് മെഷർ ഓഫ് എ ഇന്റർസെക്ഷൻ ഇ എന്തായിരിക്കും, 0 ആയിരിക്കും. മെഷർ ഓഫ് എ ഇന്റർസെക്ഷൻ ഇ എന്തായിരിക്കും, 0 ആയിരിക്കും. സോ അതേപോലെ തന്നെ നമുക്ക് എന്ത് എഴുതാം, എ ഇന്റർസെക്ഷൻ ഇ കോംപ്ലിമെന്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എ ആണ്. ഓക്കെ, എ ഇന്റർസെക്ഷൻ ഇ കോംപ്ലിമെന്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എ വിൽ ഇംപ്ലൈസ് ദാറ്റ് മെഷർ ഓഫ് എ ഇന്റർസെക്ഷൻ ഇ കോംപ്ലിമെന്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മെഷർ ഓഫ് എ.
സോ ഇവിടുന്ന് ഈ രണ്ടെണ്ണം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മെഷർ ഓഫ് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മെഷർ ഓഫ് എ ഇന്റർസെക്ഷൻ ഇ കോംപ്ലിമെന്റ് പ്ലസ് 0 എന്ന് എഴുതാം. ഓക്കെ, പ്ലസ് 0 എന്ന് എഴുതാൻ മാറ്റം വരില്ല. ഈ 0ക്ക് പകരം എനിക്ക് എന്ത് കൊടുക്കാം? മെഷർ ഓഫ് എ ഇന്റർസെക്ഷൻ ഇ എന്ന് കൊടുക്കാം. ഓക്കെ, സോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ദാറ്റ് റിസൾട്ട്. സോ ഈക്വൽ ആണെന്ന് കിട്ടും. ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് ഇ ഈസ് മെഷറബിൾ. സിമ്പിൾ ആയിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാവുന്നുള്ളൂ. സോ ഇഫ് മെഷർ ഓഫ് ഇ ഈക്വൽ ടു 0 then ഇ ഈസ് മെഷറബിൾ. ഇ എന്താണ്? ഒരു മെഷറബിൾ ആയിട്ടുള്ള സെറ്റ് ആണ് നമുക്ക് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്ന റിസൾട്ട് എവറി ഇന്റർവെൽ ഈസ് മെഷറബിൾ. എല്ലാ ഇന്റർവെല്ലും എന്താണ്? മെഷറബിൾ ആണെന്ന് പറയാം. എല്ലാ ഇന്റർവെല്ലും മെഷറബിൾ ആണ്. എനി ഫോം. ഓക്കെ, ദാറ്റ് ഈസ് എ ബി, എയുടെ സ്ഥലത്ത് -ഇൻഫിനിറ്റി ബി, അതുപോലെ ബി ഇൻഫിനിറ്റി. ഓക്കെ, ഇത്തരത്തിലുള്ള ഏത് ഫോമിലുള്ളതായാലും നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് മെഷറബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ദേ ആർ മെഷറബിൾ. ഏത് ഫോമിലുള്ള ഇന്റർവെൽ ആയാലും അതെന്താണ്? മെഷറബിൾ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ റിസൾട്ട് എന്തായിരുന്നു? there exist measurable. Okay, there exist non measurable sets അല്ലെ? there exist non measurable sets. there exist non measurable sets. Okay, ഇനി നമ്മൾ പറയുന്നത് if E is countable. E എന്നുള്ള സെറ്റ് കൗണ്ടബിൾ ആണെങ്കിൽ if E is countable will implies that measure of E equal to 0. measure of E equal to 0. ഏതൊരു കൗണ്ടബിൾ സെറ്റിന്റെയും മെഷർ എന്തായിരിക്കും? 0 ആയിരിക്കും എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് ഇപ്പോ Q എടുത്തു കഴിഞ്ഞാൽ Qന്റെ മെഷർ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, Q എടുത്തു കഴിഞ്ഞാൽ Qന്റെ മെഷർ 0 ആയിരിക്കും. അതേപോലെ തന്നെ എന്നാൽ ഇതിന്റെ കോൺവേഴ്സ് ട്രൂ ആവില്ല. ഓക്കെ, അതിന്റെ കോൺവേഴ്സ് ട്രൂ ആവില്ല. കാരണം ഒരു എക്സാമ്പിൾ ഉണ്ട്. ക്യാൻഡർ സെറ്റ് എടുക്കുക. ക്യാൻഡർ സെറ്റ് E ഈക്വൽ ടു ക്യാൻഡർ സെറ്റ് എടുത്തു കഴിഞ്ഞാൽ ക്യാൻഡർ സെറ്റിന്റെ മെഷർ എന്താണ്? 0 ആണ്. മെഷർ ഓഫ് ക്യാൻഡർ സെറ്റ് ഈസ് 0 ബട്ട് ഇറ്റ് ഈസ് അൺകൗണ്ടബിൾ. ക്യാൻഡർ സെറ്റ് എന്താണ്? അൺകൗണ്ടബിൾ ആയിട്ടുള്ള സെറ്റ് ആണ്. ഓക്കെ, ക്യാൻഡർ സെറ്റ് ഈസ് അൺകൗണ്ടബിൾ ബട്ട് ഇറ്റ്സ് മെഷർ ഈസ് 0. സോ ഇതിന്റെ കോൺവേഴ്സ് ഉണ്ടാവില്ല, ട്രൂ ആവില്ല. അതിന്റെ അർത്ഥം there exists an uncountable set which has measure 0. there exists an uncountable set which has measure 0. Okay, so ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഇതിൽ പറയുന്നത്. താങ്ക് യു.